ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതമൊന്നുമില്ല, വലിയ സന്തോഷമൊന്നുമില്ല എനിക്ക്. എന്താണ് സംഭവം? എന്ത് പറയാനാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയൊക്കെ അമ്പലത്തിൽ പോയേക്കുന്നു അല്ലേ? അമ്മ പറശ്ശിനിക്കടവിൽ അമ്പലത്തിൽ പോയിക്കാണ്. ഇന്നലെ ചേച്ചിയുടെ വീഡിയോയിലാണ് പറഞ്ഞത്, നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അതെ, താങ്കൾ ഇത്തിരി നീങ്ങി നിന്നു. ആ സംഭവത്തിൽ അറ്റത്താണ് നിൽക്കണം. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ അമ്മ അമ്പലത്തിൽ പോയിക്കണ്, പറശ്ശിനിക്കടവിൽ പോയിക്കണ്. അപ്പോൾ ആള് അമ്പലത്തിൽ ഇങ്ങനെ കുറേ കണ്ണൂർ മിക്ക സ്ഥലങ്ങൾക്ക് ഇറങ്ങി നടക്കേണ്ടപ്പോൾ അപ്പോൾ ഇവിടെ നിന്ന് ഒരു ആൻറ്റി ഇല്ലേ നമ്മളുടെ വീഡിയോയിലൊക്കെ ഉണ്ടാവാറില്ല, ആൻറ്റി കഴിഞ്ഞ ദിവസം കൊച്ചിനെടുത്തേക്കേണ്ട ആൻറ്റി. അപ്പോൾ ആ ആൻറ്റിയുടെയൊക്കെ കൂടെ അമ്പലത്തിൽ പോയേക്കാണ്. അപ്പോൾ ഇന്ന് ശ്രുതി അങ്ങോട്ട് പോയാണെന്നറിയോ? വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നോളട്ടാ, അതിന് പിന്നെ അങ്ങോട്ട് പോയാണ്. ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പോണതൊക്കെ പറയണത്. ഒരാളെന്നെ നോക്കി മോനെ പേടിക്കണ്ടാ, അച്ഛൻ കൊണ്ടുവരാ നിന്നെ. അച്ഛൻ ഒന്നുകൊണ്ട് പേടിക്കണം, അച്ഛൻ മോനെ കൊണ്ടുവരും. എന്താ നോക്കണേ, ഞാൻ അങ്ങനെ എന്താ പറയാ, ഞങ്ങൾ അടുത്ത ദിവസം തന്നെ വരുന്നതാണ്. നിങ്ങൾ വരുന്നതല്ല, അടുത്ത ദിവസം അല്ലേ, ഒരാഴ്ച നിൽക്കാൻ പോണേന്ന്. ഒരാഴ്ച പറയണ്, പക്ഷെ അതിന് മുന്നേ ഞാനിവിടെ എത്തും. സംഭവം എന്ന് വെച്ചാല് അതാണല്ലോ അതിന്റെ ഒരു ഇരിപ്പ് വശം. മിക്കോടത്ത് ഇങ്ങനെ തന്നെ ആയിരിക്കൂലേ, പിന്നല്ലാണ്ട്. അപ്പൊ മരിക്കമുണ്ടാവും. എടാ നിനക്ക് എന്താ പറയാനുള്ള ദിവസം ഉണ്ടാപ്പി? എവിടെ പോയിണ്? ടാറ്റ പോയിണ അച്ഛൻ്റെ മോന്? പറഞ്ഞ എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. ഹലോ പറ. ഇത് നോക്കി എന്താണ് ദേമി അത് തള്ളി തന്നെ പറയണത്? ഞാൻ പറയായിരുന്നു ഇവനെ എങ്ങനെ ഒന്നും അറിഞ്ഞൂടല്ല, ഫോണടുത്ത് എൻ്റെ കൂടെ വന്നി ഇങ്ങോട്ട് തിരിച്ചു പോന്നി, അത് തന്നെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പോണത് അറിയാട്ടാക്ക്. അപ്പൊ പോണത് കുറച്ച് ദിവസത്തേക്കാണെങ്കിലും സംഭവം കാണിച്ചു തരാം. ഇപ്പൊ അല്ല, നേരത്തെ ചമ്പായി എന്താണ് ആ ചിരിയണ്ടല്ല, ഒരു ചിരിയണ്ടല്ല, കുഞ്ഞു ചിരി ഇരിച്ചേ, കുഞ്ഞു ചിരി. അതെ, ഫോൺ കൊണ്ടുതന്നെ കാണുമ്പോ പുള്ളിക്ക് എന്താന്ന് മനസ്സിലാവാത്തോണ്ട് ഇങ്ങനെ നോക്കും ഇങ്ങനെ ഭയങ്കരമായിട്ട്. അത്രയും നേരം ചിരിച്ചൊക്കെയാണെങ്കിൽ നമ്മള് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഫോൺ കൊണ്ട് എല്ലുമ്പോഴേക്ക് ചിരി മാറും. അതെ, അപ്പൊ നമുക്ക് സംഭവം കാണിച്ചു തരാം. നേരെ ഇങ്ങോട്ടേ കയറി ചിലപ്പോ പോകണത് ഇവിടെ ഇങ്ങനെയാണ്. ഇപ്പൊ എന്തെങ്കിലും സാധനം നിർത്തുണ്ടാവും, ഇവിടെ കിടക്കാൻ കൊച്ചിനെ കിടന്ന് കളിക്കുന്നത്. ഇതൊക്കെ ഉണ്ടോണ ഒരു ബാഗൊക്കെ ഉണ്ട്. ഈ ബാഗ് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഇതിന്റെ വലിപ്പത്തിൽ കൂടി അതിന്റെ ഉള്ളിൽ സാധനങ്ങൾ കൂടി. വേറൊരു ബാഗ് ആയിരുന്നു, അതിൽ ഇച്ചിരി ഇടം കുറഞ്ഞാറ് ഞാൻ ഇച്ചിരി വലിയ ബാഗ് എടുത്ത്. കാര്യം ഒരാളുടെ പോരല്ല, രണ്ടുപേരുടെ. അതല്ലെങ്കിലും അങ്ങനെയല്ലേ, ഞാൻ നേരത്തെ പോകുമ്പോഴും അങ്ങനെയായിരുന്നു കേട്ടാ. ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു ലോഡായിട്ട് പോകും, അവിടെ പോരുമ്പോ 2 ലോഡായിട്ട് തിരിച്ചു വരും. ആവശ്യമില്ലെങ്കിലും കൊണ്ടുവരും, അങ്ങനെയായിരുന്നു. അതെ. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിന്റെ സാധനങ്ങൾ നമുക്ക് ഇത് എപ്പോ ആവശ്യം വരും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതാണ് ഇപ്പൊ എന്റെ പോളിസി. പിന്നെ ആദ്യമായിട്ട് പോണാണല്ലോ, ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ വന്നത് ആദ്യമായിട്ട്. ചടങ്ങൊന്നുമല്ലോ, ഒരുങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെ വീട്, അതുകൊണ്ട് ഇങ്ങനെ പോണത്. അതെ, അപ്പൊ നമുക്ക് വേറെ വിശേഷങ്ങൾ കാണാൻ പോവാ. ഹലോ, അപ്പൊ നോക്കിയേ, സെക്കൻഡൊക്കെ ഇന്നലെ പോയിട്ട് പിന്നെ വേറെ ഒന്നും കാണിച്ചില്ലായിരുന്നു. പിന്നെ അവിടെ പോയിട്ട് കുറച്ച് തിരക്കോട്ടത്തിലേക്ക് കയറിപ്പോയി. അപ്പോൾ ആളത് അമ്മ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ പറശ്ശിനിക്കടവിലൊക്കെ പോയി ഒരു രാത്രി അവിടെ നിന്ന്. നല്ല രസമായിരുന്നു. അവിടെ കുറേ പേര് നമ്മുടെ വീഡിയോ ആണ്, കുറേ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാമിലിയില്ല എല്ലാവരെയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഞാൻ ഈ വീഡിയോയിൽ ഹായ് പറയാനുണ്ട്. അതെ, അവിടെ വെച്ച് കണ്ട ആൾക്കാരെയൊക്കെ ഒന്നുകൂടി ഹായ് പറയണേ. അതെ, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുണ്ടായില്ല. തലേ ദിവസം കണ്ട ആൾക്കാർ പിറ്റേ ദിവസം കാലത്ത് തോന്നുന്നുണ്ട് ഇന്നലെ വന്നതാണല്ലേ, ഞങ്ങൾക്ക് തോന്നി, സംശയമുണ്ട്, കൊണ്ടാട്ടത്തിലെ ചേച്ചിയല്ലേ എന്നൊക്കെ ചോദിച്ച്. അങ്ങനെ കുറേ പേര് സംശയത്തിൻ്റെ പുറത്ത് തന്നെ എടുത്ത് മിണ്ടാതിരുന്നു. അപ്പം ഞാൻ തന്നെയായിരുന്നു കേട്ടാ പറശ്ശിനിക്കടവിൽ വെച്ച് കണ്ടത്. മനസ്സിലായിട്ടുണ്ടാവൂല, വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പഴേ കണ്ണന് വീഡിയോ എടുക്കാൻ മടിയൊന്നുമില്ല. എന്നാ 2 വീഡിയോയിൽ ഞങ്ങൾ കണ്ണൻ ഇങ്ങനെ കേറ്റാതെ വന്നപ്പോ കണ്ണൻ തന്നെ വരണ്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞ ഇപ്പൊ എന്നെ വിളിച്ചോണ്ടിരിക്കണേ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. സിന്ധുവിടെ പോയി എന്നൊക്കെ ചോദിച്ചു നടക്കണേ. അതെ, ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന്. അവിടെ ചെക്കൻ അങ്ങോട്ട് പോയിക്കുന്നതിന് മുന്നേ കണ്ടിട്ടുണ്ടാവില്ല, അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞല്ല. അതെ, കൊച്ചില്ലാത്ത തന്നെ രസൂല, കുറെ ആൾക്കാരില്ലാത്ത കൂട്ടാണ് വീട്ടില്. അല്ലെങ്കിൽ കൊച്ചിനോട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക, അല്ല എന്തെങ്കിലുമൊക്കെ ചോദിച്ചോണ്ടിരിക്കും. അപ്പൊ അത് കാരണം അകത്തേക്ക് കയറുമ്പോ ഒരു സുഖില്ല. അതെ, അപ്പൊ അവിടെ നിക്കണ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കില്ല, ചായ കുടിച്ചമ്മ, ചോറ് തിന്നാ, മീൻ തിന്നാന്നൊക്കെ ചോദിക്കും. അപ്പൊ അമ്മനി ഇങ്ങനെ സംസാരിക്കുള്ളാന്നൊക്കെ ചോദിക്കും. ഇപ്പൊ കൊച്ചില്ലാത്ത കാരണം ഒന്നും ചോദിക്കാൻ പറ്റില്ല. നേരത്തെ ശ്രുതി പോയിരുന്നപ്പോ ഇവിടെ അങ്ങനെ മാത്രമാകുമ്പോ എന്ത് പറയാനാന്നൊക്കെ പറഞ്ഞിരിക്കും. അതെ, ഇപ്പൊ രണ്ടുപേര് അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ പഴയതുപോലെ എല്ലായിടത്തും ഓടി എത്തുണ്ടാവും. അടുക്കളയിൽ പോകുമ്പോ അടുക്കളയിലോട്ട് വരും. അങ്ങനെ 2 പേരില്ലാത്തതിന്റെ നല്ലൊരു കുറവുണ്ട്. പിന്നെ കൊച്ചിന്റെ കാര്യം എടുത്ത് പറഞ്ഞു മാത്രമേ ഉള്ളൂ, ഇല്ലാത്ത നല്ല കുറവുണ്ട്. അതെ, അപ്പൊ ഇന്നലെ കൊച്ചിന് വേണ്ടി അമ്മ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നട്ടാ. എവിടെ
എടുത്തിട്ട് അമ്മ ആദ്യമായിട്ടൊരു കളിപ്പാട്ടം മേടിച്ചേക്കണ കേട്ടാ. കളിപ്പാട്ടം കുഞ്ഞു കളിപ്പാട്ടം നമ്മ മേടിക്കാറില്ല, വലിയ കളിപ്പാട്ടം മാത്രമേ മേടിക്കാറുള്ളൂ. ഞാനങ്ങനെ കളിപ്പാട്ടൊന്നും മേടിക്കാറില്ല കേട്ടാ. സത്യം പറയാൻ അങ്ങനെ കടയിലൊക്കെ കയറാറില്ല. ഇവരാണെല്ലാം വാങ്ങിക്കണത്. അപ്പൊ ഇതെല്ലാവരും കണ്ടേക്കണ കളി. അപ്പൊ ഇത് നമ്മുടെ വീഡിയോ ഇട്ട് കൊടുത്തപ്പോ തന്നെ കൊച്ചി കാണുന്നുണ്ടായിരുന്നു, കുട്ടി പറഞ്ഞു. അപ്പൊ ഇത് നമ്മുടെ സർക്കിന് മേടിച്ചേക്കണാണ്. സർക്കിന് ഇത് വന്നിട്ട് ഇനി കളിച്ചാ മതി അല്ലേ? ഞാൻ ഇതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഇത് മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ. ചേച്ചി വാങ്ങിച്ചതാണ്. അതെ, കരിവള. ഇതൊന്നും വാങ്ങിച്ചില്ല. അത് നിർത്തത്. ഇപ്പിടില്ല. അതെ, ഇങ്ങനെ വിശേഷങ്ങൾ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു പോണ്. അപ്പോൾ എന്ന് വെച്ചാൽ കുറേ ദിവസം ഇവിടെ ആരില്ലാണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ സെക്കനും പറഞ്ഞിരിക്കട്ടെ. സെക്കനും സുധിയും വന്ന ശേഷം പിന്നെ പെട്ടെന്നായി ഒരു കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അപ്പൊ തന്നെ പോയി. ഇനി ഇപ്പൊ വരും, ഇനി വരും, കുറച്ച് ദിവസം കഴിയുമ്പോഴും വരും. ഇനി വന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വിടുള്ളൂ കേട്ടോ. അതൊക്കെ ഞാൻ കാലത്ത് കണ്ണനോട് പറയണായിരുന്നു. ആരും ഇല്ലാത്തൊരു തോന്നലത് ഇനി നമുക്ക് ഓണമൊക്കെ ആയിട്ട് വിട്ടാൽ മതി കേട്ടോ കണ്ണ. പിന്നെ വിടണോട്ടാ, അവിടെയും അവർക്കും ആഗ്രഹമില്ല ഇങ്ങനെയൊക്കെ തന്നെ. അവിടെ പിന്നെന്ന് വെച്ചാല് അതെ, അതൊക്കെ അപ്പോൾ സിറ്റുവേഷൻ പോലെ കാര്യങ്ങൾ നടക്കും. സംഭവം എന്ന് വെച്ചാല് ഇപ്പൊ അവിടെ ഒരു 3 മാസം നിന്നിട്ട് വന്നിരുമ്പോ അവിടെ നിന്ന് വരുമ്പോ അവർക്ക് ബുദ്ധിമുട്ടായി. അതെ, അപ്പൊ അവിടെ ഇവിടെയൊക്കെ അതൊക്കെ വെറുതെ പറയുന്നു, സാഹചര്യം പോലെ. അതെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. രണ്ടുപേർക്കും കൊച്ചിന് വേണം. ഇനിയിപ്പോ ഞാൻ പോവാൻ പോണ അങ്ങോട്ട്. ഇപ്പൊ അമ്മതേ അപ്പൊ അങ്ങോട്ട് പോകണേ, ഞാൻ അതേ ജോലിക്ക് പോകണേന്ന്. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരും. അങ്ങനെയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കണ്. അപ്പൊ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കും. നമ്മൾ സന്തോഷമൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നു അല്ലേ? പിന്നെ ഇതിപ്പോ ഓണമൊക്കെ വരാൻ പോണത്. ഇപ്പൊ നമ്മുടെ കൈയൊട്ടിക്കളിയുടെ സീസൺ തുടങ്ങിയാണ്. അപ്പൊ കുറെ ആൾക്കാർ കുറെ സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കണ്ടെങ്കിൽ പോലും അത് ചില സാങ്കേതിക കാരണത്താൽ ചിലത് പോകുന്നു, ചിലത് കിട്ടുന്നു അല്ലേ? അങ്ങനെയൊക്കെയാണ്. പിന്നെ എവിടെയെങ്കിലും ഒക്കെ വിളിക്കണമെങ്കിൽ കഴിഞ്ഞ വീട്ടിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്ന, അപ്പൊ വിളിക്കണോട്ടെ. താഴെ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ ഏത് ജില്ലയിലാണെങ്കിലും വിളിച്ചോ. നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് നല്ല അടിച്ചു വിളിച്ചിട്ടൊക്കെ വരാം അല്ലേ? അപ്പോൾ ആർക്കും താല്പര്യം താഴെ നമ്പർ കൊടുത്തേക്കാം, വിളിക്കുക, കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് പൊളിക്കാം. ഈ നമ്പറിൽ വിളിച്ചാലും മതി. അതെ 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 അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങള്. അതെ, എല്ലാവരും സുഖമായിട്ടിരിക്കണം, ഞങ്ങൾ സുഖമായിട്ടിരിക്കണം. അത് കാരണം ചോദിച്ച് പിന്നെ ഞാൻ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണ്. പിന്നെ പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ്റെ വീഡിയോ ഒന്നും എടുപ്പിക്കണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല നമുക്ക്. അത് അമ്മയാണ് എടുക്കാൻ പോയത്. അമ്മ എടുത്തു കഴിഞ്ഞാൽ പകുതി മൂക്കാലം ഉണ്ടാവൂല. അതുകൊണ്ട് തന്നെ പേടിക്കാനില്ല. കണ്ണനൊക്കെ പോരുന്നെങ്കിൽ എത്ര ദൂരം നിന്നൊക്കെയാണ് വീഡിയോ എടുക്കണ്ടിട്ട് ആൾക്കാർ എത്ര എടുക്കരുതെന്ന് പറഞ്ഞാലും ചെക്കന്മാർ എടുക്കുമ്പോഴത്തേക്കും അവർ വന്ന് ഓടിക്കും. എടുക്കരുതെന്ന് പറയും. ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതികളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഫോണൊക്കെ അകത്ത് കയറ്റാം. ഫോൺ കെട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഫോൺ ചെയ്യുക, അതിൻ്റെ അകത്തിരുന്ന് ഫോൺ ചെയ്യുക, അങ്ങനെ കുഴപ്പമില്ല. വീഡിയോ എടുക്കാൻ മാത്രം അവര് കണ്ടു കഴിഞ്ഞാൽ അനുവദിക്കല്ല, കാണാം. അതൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാതെ. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.